ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടല്ലോ, നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള പഴംപൊരിയുടെ വേറൊരു വെർഷൻ, അതായത് ക്രിസ്പി വെർഷനാണ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിലെ നമ്മുടെ നോർമൽ പഴംപൊരിയുടെ ആ ഒരു ടെസ്റ്റും കൂടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലോട്ട് ഒരു കപ്പ് നിറയെ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഇനി ചേർക്കാനുള്ളത് വാനിലയുടെ പൗഡറാണ്, അതൊരു 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. വാനിലയുടെ പൗഡർ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, അത് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ കൂട്ടി കുറയ്ക്കുക ചെയ്യുക. ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യൊന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് എല്ലാത്തിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് ഇത് സാധാരണ നോർമൽ ലെവൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മുഴുവനായിട്ട് കുഴക്കാടുത്തിട്ടില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. നല്ലൊരു ഡോ കിട്ടുന്നവരെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അത്രയും സാധാരണ നമ്മൾ വീട്ടിൽ സമൂസ കോഴിടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാറില്ല, അതാണ് അതിൻ്റെ ഒരു പഞ്ചസാരയൊക്കെ ഇട്ട് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ഇത് ഇത്രയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വട്ടത്തിലല്ല, ഞാനൊരു സ്ക്വയറിലാണിത് പരത്തിയെടുക്കാൻ നോക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അത്യാവശ്യം തിന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കുക, നമുക്കിത് ചുറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് തിന്നായിട്ട് തന്നെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബോളാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യുക. ഞാനിത് ആ ഒറ്റ വലിയ ആ ഒരു ഉരുള തന്നെയാണ് ഒന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതാണ്. അതിനുശേഷം ഞാനിത് ആ കത്തി വെച്ചിട്ട് ഒരു സ്ക്വയർ ആയിട്ടാണ് ആദ്യം ഇത് ഞാൻ കട്ട് ചെയ്തത്. അതിനുശേഷം നടുവിലൂടെ അതുപോലെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ നീളത്തിലുള്ള ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ വന്നിട്ടുള്ള ഭാഗമൊക്കെ ഒന്നും കൂടെ റോൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്, ബോളാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി അതിൽ നിന്ന് തന്നെ മാക്സിമം കിട്ടാവുന്ന അത്ര നീളത്തിലുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം 2 പഴമാണ്, നേന്ത്രപ്പഴം. അപ്പോൾ അത് ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഭാഗം അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നത് ഈ ഒരു പഴത്തിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് മുകൾ ആ എൻഡിലെ ഭാഗം അവിടെ ഒതുങ്ങി കിട്ടിയ ബാക്കിയൊക്കെ ചുറ്റാൻ എളുപ്പമാട്ടോ. പിന്നെ അതിങ്ങനെ ജസ്റ്റ് പഴം തിരിച്ചാൽ തന്നെ പെട്ടെന്ന് ചുറ്റി കിട്ടും. എല്ലാ ഭാഗവും ഇങ്ങനെ ഓളൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്തെന്ന് ഉറപ്പെടുത്തുക, അത്ര തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഒരു സ്ട്രിപ്പ് വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പതുക്കെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 എൻഡിലും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് 2 എൻഡിലൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം ഫസ്റ്റിൽ ആ ഒരു തുടക്കത്തിൽ അതൊന്നും അവിടെ പിടിച്ച് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ പഴം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ പഴംപൊരി ഉണ്ടാക്കാനാണ് എളുപ്പം. അത് നമുക്ക് മാവിലൊന്ന് മുക്കിയിട്ട് പൊടിച്ചാൽ മതി. ഇതുപോലെ പരത്താനും കുഴക്കാനും ചുറ്റാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം റെഡി ആയതിൻ്റെ ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലോട്ടിട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മളെ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു കുറച്ചും കൂടെ അത്ര തന്നെ പഴംപൊരിൻ്റെ അത്ര തന്നെ ഓയിൽ അതിൽ പിടിക്കില്ല. ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ ക്രിസ്പി ആയിരിക്കും. നമ്മൾ കോഴിയുടെയൊക്കെ കഴിക്കല്ലേ, കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് കോഴി ഉണ്ടാക്കില്ല, അത്ര തന്നെ കേട്ടോ. ആ ഒരു ക്രിസ്പി ടെക്സ്ചറും ഉള്ളിൽ പഴംപൊരിയുടെ അതാണ്. അപ്പോൾ ഇത് പഴംപൊരി നോർമലി ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ ചെയ്തെന്നുള്ളൂ, വേറൊരു ടേസ്റ്റ് അത് തന്നെ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.